ഈ ക്രിസ്റ്റൽസ് ഈ ഷേപ്പിങ് വരുന്ന ചെടി അതിൻ്റെ ഷേപ്പാക്കിയേക്കുന്ന കേട്ടോ അത്. എല്ലാവർക്കും നമസ്കാരം. തേജസ് ഹോം വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നാം പോയത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡൻ ഷോപ്പായ കളക്ടേഴ്സ് കോർണറും അതിൻ്റെ മനോഹരമായ കാഴ്ചകളും കാണുവാൻ വേണ്ടിയാണ്. വളരെ വലിയൊരു വീഡിയോ ആയിരുന്നുകൊണ്ട് ഞാനത് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തത്. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കിക്കോളൂ. നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഈ ഗാർഡൻ ഷോപ്പിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ വളരെ മനോഹരമായ ചില കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും വളരെ വലിയൊരു ശേഖരമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ നല്ല സുന്ദരന്മാരായ ഓർക്കിഡുകളും ലോകത്തിലെ വിസ്മയങ്ങളായ വിവിധ ഇനം എയർ പ്ലാന്റുകൾ, അനവധി സക്കുലൻ ചെടികൾ, കോറലുകൾ, ക്രിസ്റ്റലുകൾ, ജെം സ്റ്റോണുകൾ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫോസിലുകൾ, നാച്ചുറൽ സ്റ്റോൺസ്, ഡയമണ്ട്സ് എന്നിവയും നമ്മൾ കണ്ടു. ഇതുണ്ടാക്കുന്നൊന്നുമല്ല, ഇതിങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന ഗോൾഡ് ഉണ്ടാവും. ഇനി നാം കാണുന്നത് ഒരു വലിയ ഗ്രീൻ ഹൗസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ ട്രോപ്പിക്കൽ ചെടികളാണ്. ഇവിടെ പ്രത്യേകമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളും അവയുടെ ഇടയിലുള്ള ക്രിസ്റ്റലുകളും വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ പലതരം ഓർക്കിഡുകളും വലിയ വനങ്ങളിൽ മാത്രം കാണുന്ന പ്രത്യേകതരം വെറൈറ്റി ഓർക്കിഡുകളും എല്ലാം കാണുവാൻ കഴിഞ്ഞു. ഈ കാണുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചേനയാണ്, ഒരു ഭീമാകാരൻ ചേന. ഇവിടെയുമുണ്ട് ടെറാറിയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലയിനം ചെടികൾ. ഇവിടെ പലയിനം പെപ്രോമിയകളും ലക്കി ബാമ്പുകളുമുണ്ട്. ഞാനും ഒരു ലക്കി ബാമ്പു വാങ്ങി. ഇത്തരമൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പല കളറുകളുള്ള സിംബീഡിയം ഓർക്കിഡുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. നടക്കുന്ന വഴിയിൽ വീണ്ടും ജെം സ്റ്റോണുകൾ കണ്ടപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു സെൽഫി എടുത്തു. ഇനി നാം പോകുന്നത് ഒരു വലിയ കാട്ടിലേക്കാണ്. കാടെന്ന് കേട്ട് പേടിക്കണ്ട, ഒരു കാടിൻ്റെ സെറ്റപ്പാണിത്. ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കയറിയാൽ കാണാൻ കഴിയുന്ന ഒരുമാതിരി എല്ലാ ചെടികളും ഇവിടെയുണ്ട്. പലതിൻ്റെയും പേരുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എയർ പ്ലാന്റുകൾ തുടങ്ങി കുറച്ച് പരിചയമുള്ള ചെടികളുണ്ടെന്ന് മാത്രം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഒരു അരുവിയും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കാടും സെറ്റപ്പും അല്ലേ. ഈ മരത്തിൻ്റെ മുകളിലും സൈഡിലുമൊക്കെയായി കാണുന്ന വൈൽഡ് ഓർക്കിഡുകൾ നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്ന കുഞ്ഞൻ കുളത്തിൽ ധാരാളം സുന്ദരൻ മീനുകൾ നീന്തി നടപ്പുണ്ട്. പിന്നെ നമ്മൾ പോയത് കാക്ടസുകളുടെ, അതായത് സക്കുലൻറ്റുകളുടെ ഒരു വലിയ ലോകത്തേക്കാണ്. നൂറുകണക്കിന് കാക്ടസുകളും സക്കുലൻറ്റുകളും എയർ പ്ലാന്റുകളും ജെം സ്റ്റോണുകളും കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഈ പ്രദേശം വളരെ മനോഹരമല്ലേ. ഇവയുടെ ഇടയിലായി ദിനോസറുകൾ, ഡ്രാഗണുകൾ തുടങ്ങി അന്യം വന്ന ജീവികളുടെ ചില രൂപങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചെടി അതിൻ്റെ ഷേപ്പാക്കിയേക്കുന്ന കേട്ടോ അത്. എയർ പ്ലാന്റുകൾ കൊണ്ട് മാലയിട്ടിരിക്കുന്ന ഈ സുന്ദരി എങ്ങനെയുണ്ട്? മനോഹരമായൊരു ക്രിസ്റ്റൽ സ്റ്റോണിൻ്റെ ഒരു പ്ലേറ്റ് ഇതാ, നല്ല രസമില്ലേ? മങ്കി ടൈൽ പോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സും കാണാൻ നല്ലൊരു രസമല്ലേ? ഈ കാണുന്നതാണ് വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച. എയർ പ്ലാന്റുകളും ജെം സ്റ്റോണുകളും ക്രിസ്റ്റലുകളും ഉപയോഗിച്ച് വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രദേശം കണ്ടിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല. അതിനോട് ചേർന്ന് തന്നെ കുറേ സക്കുലൻ്റ് ചെടികൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. എയർ പ്ലാന്റുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഡിസ്പ്ലേകൾ എങ്ങനെയുണ്ട്?
ഈ ക്രിസ്റ്റൽസ് ഈ ഷേപ്പിങ് വരുന്നത്. ഞങ്ങൾ അതിനുശേഷം പോയത് ബോൺസായകളുടെ ഒരു വലിയ ശേഖരത്തിലേക്കാണ്. ചെറുതും വലുതുമായ ഒട്ടനവധി ബോൺസായ ചെടികൾ നമുക്ക് ഇവിടുന്ന് കാണുവാനും വാങ്ങുവാനും ഒക്കെ സാധിക്കും. പല നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള ബോൺസായ ചെടികൾ വളരെ മനോഹരമാണ്. അവ ആരെയും ആകർഷിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലുമൊക്കെ പേടിപ്പിക്കാമെന്ന് കരുതി കിടക്കുന്ന ഒരു സുന്ദരൻ പാമ്പിൻ്റെ രൂപം ഇവിടെയുണ്ട്, കണ്ടോ? ഈ ബോൺസായ ചെടികളുടെ രൂപാന്തരത്തിന് അനേക വർഷങ്ങളുടെ പരിശ്രമവും പരിചരണവും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെയധികം വില ഈടാക്കുന്നത് അല്ലെങ്കിൽ വില ചോദിക്കുന്നത്. 1980 തുടങ്ങിയതാണ്. നാട്ടിൽ കണ്ടിരുന്നു ഇങ്ങനത്തെ സാധനം? നാട്ടിൽ നമ്മൾ മുള്ളു മുരിക്കുന്നത് കേട്ടില്ല. നമ്മുടെ ജയപ്ലാന്റ് ഇതുപോലെ ആയിക്കൂടെ? ബോൺസായ ചെടികളും കണ്ട് നടന്ന് അവസാനം ബോൺസായ ചെടികൾക്കുള്ള ചട്ടികളും സാമഗ്രികളും വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. ഒന്നും വാങ്ങിയില്ല. അങ്ങനെ കുറേയധികം കാഴ്ചകളും കണ്ട് നടന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി ഞങ്ങൾ കൗണ്ടറിലെത്തി. വാങ്ങിയ സാധനങ്ങളുടെ പൈസയും കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് വല്ലതൊന്ന് കഴിക്കണം. നല്ലപോലെ വിശക്കുന്നുണ്ട്. 2-3 മണിക്കൂറായി ഇതിനുള്ളിൽ ചുറ്റി നടക്കുകയായിരുന്നു. വിശപ്പ് പറഞ്ഞില്ല. കളക്ടേഴ്സ് കോർണർ എന്ന ഗാർഡൻ ഷോപ്പും അതിൻ്റെ മനോഹരമായ കാഴ്ചകളും ഈ 2 വീഡിയോകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.